ഏവർക്കും നമസ്കാരം. അല്പം വിചിത്രമേറിയ ഒരു വിഷയത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യരെ പറ്റിയാണ്. മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ. എൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ട് ദൈർഘ്യമുള്ള പൊതുജീവിതത്തിൽ അനേകം ആളുകളെ ഇന്ത്യ മഹാരാജ്യത്തും മറ്റനേക രാജ്യങ്ങളിലും ഉള്ള ആളുകളെ വ്യക്തിപരമായി കാണുവാനും അവരോട് ഇടപെടുന്നവരുടെ വ്യക്തിത്വത്തെപ്പറ്റി പ്രത്യേകമായി ശ്രദ്ധിക്കുവാനും എനിക്ക് ഇടയായിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഈ ഒരു കഴിവ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരു സെൻസിറ്റിവിറ്റി എനിക്ക് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. പരാജയത്തിൻ്റെ ആ വശത്തേക്ക് ഞാൻ തിരിയുന്നില്ല. അത് പ്രയോജനമുള്ളതല്ലാത്തതുകൊണ്ട്. അത് ഞാൻ വഹിക്കേണ്ട ഭാരമാണ്, നിങ്ങളെ അറിയിക്കേണ്ട ദൂതല്ല. നിങ്ങളുമായി പങ്കിടുവാനുള്ള വശം മാത്രം കേന്ദ്രീകരിച്ച് ഈ ചിന്ത നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഓരോ വ്യക്തികളുമായി നാം ഇടപെടുമ്പോൾ, ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ഇത് നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും. അത് എൻ്റെ ദൗത്യത്തെ ലഘൂകരിക്കുമെന്നത് ആശ്വാസത്തിന് വഴിയാണ്. നിങ്ങൾ ആരോടെങ്കിലും ഇടപെടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വ്യക്തി വന്ന് നിങ്ങളുടെ അടുത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളൊരു വ്യത്യാസം, അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിന് ഒരു വ്യത്യാസം അനുഭവിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഓരോ വ്യക്തികളും ഓരോ അസ്തിത്വങ്ങളാണ്, സ്ട്രോങ് പ്രസൻസ്, ഓരോ സാന്നിധ്യങ്ങൾ. അത് അവരുടേതായ പ്രത്യേകത അതിൽ പ്രതിബിംബിച്ചിരിക്കും. ഭൂരിപക്ഷം ആളുകളും അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഊർജ വലയം, ദ സർക്കിൾ ഓഫ് ദ പേഴ്സണൽ എനർജി, വ്യക്തിത്വത്തിൻ്റെ ഊർജ വലയം, ഓറ, അത് നിഷേധാത്മകമായിരിക്കും, നെഗറ്റീവായിരിക്കും. അതറിയാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങൾ ആരോടെങ്കിലും ഇടപെട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾ പരിഗണിക്കൂ. നിങ്ങൾ ക്ഷീണിച്ചിരിക്കും, നിങ്ങളുടെ എനർജി ലെവൽ കുറഞ്ഞിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ കൗതുകമേറിയ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ, ചില ആളുകൾ, അവർ അപൂർവമാണെങ്കിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ അടുത്ത് നാം നിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ എനർജി കുറച്ചുകൂടെ ഉന്മേഷമുള്ളതായി നമുക്ക് അനുഭവപ്പെടും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ഫീൽ റീചാർജ്ഡ്. ഉദാഹരണത്തിന്, ഞാൻ മദർ തെരേസയുമായി സംസാരിച്ച് ഏകദേശം 45 മിനിറ്റ് കഴിയുവാനുള്ളൊരു അവസരം എനിക്ക് 1994 ഉണ്ടായത്. അവർ ആ വലിയ ആത്മാവ്, അവരോട് അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വലത്തെ കൈ എൻ്റെ ഇടത്തെ ഷോൾഡറിൽ വെച്ചുകൊണ്ടാണ്, സ്പർശിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വ്യക്തിപരമായ എനർജി കുറച്ചുകൂടെ ഒരു ആവേശഭരിതമായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. കാരണം ഇത് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തതയുണ്ടാകണം.
എനിക്ക് മദർ തെരേസയോട് ബഹുമാനം ഉണ്ടായിട്ടാണ് ഞാൻ അവരെ കാണാൻ പോയത്, അല്ലെങ്കിൽ അതിനെ സമയം കളയത്തില്ല, നിങ്ങൾക്കറിയാം. എന്നാൽ ആ ഒരു ആഗ്രഹം ഉള്ളിലിരിക്കെ തന്നെ അവരുടെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ ആ ആഗ്രഹം ഒരു 10 ഇരട്ടി വർദ്ധിച്ചു. എനിക്ക് അവരെ പോലെ ആകാൻ ഒത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അതാണ് ഞാൻ പറയുന്നത്, ഒരു പോസിറ്റിവിറ്റി. ഇനി വേറൊരു ഉദാഹരണം പറയാം. സാഹിത്യത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. നമുക്ക് പലവിധമായ എഴുത്തുകാരുണ്ട്. എന്നാൽ എഴുത്തുകാരെ ഞാൻ 2 വിധത്തിൽ തിരിക്കുകയാണ്. ചില ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതൊരു ഭാരമായിട്ട് തോന്നും. എന്നാൽ ചില ആളുകളുടെ പുസ്തകം വായിക്കുമ്പോൾ അത് നമ്മുടെ ബൗദ്ധികമായ ഊർജത്തെ കുറച്ചുകൂടെ ശക്തമാക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു ഉത്തമ ഉദാഹരണമാണ്, ഞാനൊരു ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു വലിയൊരു ആരാധകനായിരുന്നു ദീർഘകാലം മുൻപ്. ഞാൻ എൻ്റെ അധ്യാപക വൃത്തി അല്ലെങ്കിൽ ജോലി ആരംഭിച്ചത് ചാൾസ് ഡിക്കൻസിൻ്റെ നോവൽസ് പഠിപ്പിച്ചുകൊണ്ടാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ 1973. അപ്പോൾ അന്ന് എൻ്റെ സ്റ്റുഡൻ്റായിരുന്നൊരു വ്യക്തി അതുകൊണ്ട് പ്രചോദിതനായി അദ്ദേഹം ചാൾസ് ഡിക്കൻസിനെ പറ്റി റിസർച്ച് ചെയ്ത് PhD എടുത്തു. അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി. അദ്ദേഹത്തിൻ്റെ പേര് സാംബുദ സെൻ എന്നാണ്. അപ്പോൾ അതുപോലെ ഞാൻ ചാൾസ് ഡിക്കൻസിനെ സ്നേഹിച്ചിരുന്നു, ആസ്വദിച്ചിരുന്നു. പല വിധമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഇവിടെ പ്രസക്തമല്ല, അത് സാഹിത്യത്തെ സംബന്ധിക്കുന്ന. എന്നാൽ ഇപ്പോൾ ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു നോവൽ ഞാൻ വായിക്കുമ്പോൾ ജെയിൻ ഓസ്റ്റൻ്റെ നോവൽ വായിക്കുന്നത് പോലെയല്ല. ഞാൻ ജെയിൻ ഓസ്റ്റൻ്റെ നോവൽ വായിച്ചാൽ എനിക്ക് സന്തോഷമാണ്. പക്ഷേ ചാൾസ് ഡിക്കൻസിൻ്റെ നോവൽസ് ഞാൻ വായിക്കുമ്പോൾ എനിക്കും എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നും. സോ ഐ ഗെറ്റ് ചാൾസ്. ഇതാണ് ഞാൻ പറയുന്നത്, എൻ്റെ മനസ്സിലിരിക്കുന്ന ഇതാണ്. ഇത് സാഹിത്യത്തിൻ്റെ സാഹചര്യത്തിൽ. ഇനി സാമൂഹ്യമായ തത്വത്തിൽ വരും. നമ്മളെല്ലാവരും എഴുത്തുകാരല്ല, നമ്മളൊക്കെ സാധാരണ ആളുകൾ. സാമൂഹ്യമായ തട്ടത്തിൽ വരുമ്പോൾ നമുക്ക് നിരന്തരം ആളുകളെ കാണാനുണ്ട്, അവരുമായിട്ട് ഇടപെടാനുണ്ട്. ഇപ്പം ഞാനൊരു കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ 84 സഹ അധ്യാപകരോട് നിരന്തരമായി എനിക്ക് ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓരോരുത്തരും എന്നെ കാണാനായിട്ട് വന്ന് എൻ്റെ മുമ്പിലുള്ള ആ കസേരയിൽ ഇരുന്ന് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കത് അനുഭവപ്പെടാൻ കഴിയും. ആ വരുന്ന 84 പേരെയും എനിക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. സങ്കടമെന്ന് പറയട്ടെ, ഭൂരിപക്ഷം ആളുകളും ആർ എനർജി സക്കേഴ്സ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരെ പറ്റി കരുതുവാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുവാൻ ഇപ്പോൾ ആരും കൂട്ടാക്കുന്നില്ല. നാനാമുഖമായ പരിശീലനം വളർന്നു വരുന്ന ഒരു കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും 100% സ്വയത്തെ എത്രമാത്രം ഇൻഡൾജ് ചെയ്യാം, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാം, സ്വയത്തിൻ്റെ താല്പര്യങ്ങൾ എത്രമാത്രം വികസിപ്പിച്ചെടുക്കാം, മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടും, ദൈവത്തിൽ നിന്ന് തൊട്ട് വേലക്കാരിൽ നിന്ന് വരെ എന്ത് കിട്ടും. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമായിട്ട് വന്നു. ആൻ ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് എനർജി, പോസിറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് വെരി ഹയസ്റ്റ്. അതൊരു വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെയും അതിൻ്റെ ആധികാരികതയും അതിൻ്റെ ശക്തിയെയും സൂചിപ്പിക്കും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ യേശുവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വരുവാൻ അവർ നന്നേ ആഗ്രഹിച്ചു. അപ്പോൾ അവരെ തടയുന്നതാരാണ്? ശിഷ്യന്മാരാണ്. യേശു അവരോട് പറയുന്നു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ തടുക്കരുത്. കാരണം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നറിയാം. നമുക്കറിയാൻ വയ്യെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അവർ നോക്കിയപ്പോൾ ഇതുപോലൊരു വ്യക്തിത്വം ഈ ലോകത്തിലുണ്ടോ, അപ്പോൾ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ ചാരത്ത് എത്തണമെന്നുള്ള വലിയ വ്യഗ്രത. അതൊരു വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തെ സൂചിപ്പിക്കുകയാണ്.
എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വ്യക്തിത്വമുണ്ട്. അതാണ് സാത്താൻ എന്ന ആശയം കൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. അതൊരു വ്യക്തിത്വമാണ്. സാത്താനും ഒരു യേശു എപ്രകാരം ഒരു വ്യക്തിത്വമാണ്, അതുപോലെ സാത്താനും ഒരു വ്യക്തിത്വമാണ്. അതെന്താണ്? അതിനെപ്പറ്റി യേശു തന്നെ പറയുന്നുണ്ട്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ ഈ കള്ളൻ എന്ന് പറയുന്നൊരു വ്യക്തിത്വമുണ്ട്. ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ഒന്നിൽ ഈ കള്ളൻ എന്ന് പറയുന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന വ്യക്തിത്വം. ഇത് നമ്മൾ വ്യത്യാസം എന്താണ്? യേശു കൊടുക്കുമ്പോൾ കള്ളൻ എടുക്കുകയാണ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ജീസസ് ഈസ് പോസിറ്റീവ്, ദ തീഫ് ഈസ് നെഗറ്റീവ്. ഒന്നിൽ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അനുവാദമില്ല എടുത്തോട്ട് പോവുക, അത് ഒത്തില്ലെങ്കിൽ അറുക്കുക, മുട്ടിക്കുക, രണ്ടും നശിപ്പിച്ചാൽ ഒന്നിൽ എനിക്ക് വേണം, അല്ലെങ്കിൽ മറ്റാരും അത് ഉപയോഗിക്കരുത്. പല ആളുകളും ഈ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരും ഞാൻ കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോകണം, അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ ഭാരം ഞാൻ 9 വർഷം ചുമന്നതാണ്. ഞാൻ ആ വ്യക്തിയെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല. അത് വളരെ ശക്തമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ കൂടെയാണ് ഞാനുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞാൻ ഈ സമയത്ത് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശാപമുണ്ട്, അങ്ങനെയുള്ള വ്യക്തിത്വമുണ്ട്. സങ്കടമെന്ന് പറയട്ടെ, ഭൂരിപക്ഷം ആളുകളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശീലനത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അവർ ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഈ ആശയത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അല്പം ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് നമ്മുടേതായ വിവിധ സഭകളുണ്ട്. ഈ സഭകളിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന പരിശീലനം എന്താണ്? കഴിയുന്നത്രയും എൻ്റെ സഭയ്ക്ക് കിട്ടണം. അപ്പോൾ സഭ അതിലെ അംഗങ്ങൾക്ക് കൊടുക്കുന്ന പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? സഭയ്ക്ക് വളരെ ഔദാര്യമായി കലവറയില്ലാതെ കൊടുക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ അതൊരു വലിയ ദൈവികമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ജനങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് തികച്ചും അസ്ഥാനത്താണ്, ഇത് അസത്യമാണ്, ഇത് ആത്മീയമായ തത്വത്തിന് ഘടകവിരുദ്ധമാണ്. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ സഭയ്ക്ക് കൊടുക്കാൻ കൂടുതൽ കൊടുക്കാൻ, വലുപ്പത്തിൽ കൊടുക്കാൻ, പല വിധത്തിൽ കൊടുക്കാനുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോൾ, അങ്ങനെ മാത്രം ദൈവത്തോടുള്ള നിങ്ങളുടെ നന്ദിയും സന്തോഷവും അറിയിക്കുമ്പോൾ, നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്നൊരു പാതകമുണ്ട്. അതെന്താണ്? സഭയെ നിങ്ങൾ പൈശാചികമാക്കുകയാണ്. അതെങ്ങനെയെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട്, കൊടുക്കാനുള്ള നിങ്ങളുടെ വ്യഗ്രത കൊണ്ട് സഭയെന്ന് പറയുന്ന ഈ പ്രതിഭാസം, സഭയെന്ന് പറയുന്ന ഈ ഒരു ആളുകളുടെ ആകത്തുകയുടെ വ്യക്തിത്വം, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും, അത് പൈശാചികമാകുകയാണ്. എന്താണ്? കിട്ടണം. ആകുന്നത്രയും വിശ്വാസികളിൽ നിന്ന് വലിച്ച് ഊറ്റി കുടിക്കണം. അത് പൈശാചികമാണ് എന്ന് എന്തുകൊണ്ടാണ് ജനം തിരിച്ചറിയാത്തത്? അത് വ്യക്തമായി യേശു പഠിപ്പിച്ചതാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. നിങ്ങൾക്ക് സഭയ്ക്ക് കൊടുക്കാനുള്ളത് ഒരു 5 വർഷം കൊടുക്കാൻ ഒത്തില്ല. നിങ്ങളുടെ സാമ്പത്തികമായ സ്ഥിതി തകരാറിലായതുകൊണ്ട് സഭ നിങ്ങളെ എങ്ങനെ കാണും? വേണ്ട, നിങ്ങൾക്ക് അല്പമേ കൊടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ കേരളത്തിൽ അധ്വാനിക്കുന്ന വളരെ ചെറിയ വരുമാനമുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ സഭയ്ക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ മുറയ്ക്ക് മറ്റെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേസമയം ഗൾഫിലോ അമേരിക്കയിലോ ജോലി ചെയ്യുന്നൊരു വ്യക്തി വന്ന് സഭയ്ക്ക് ഒരു സംഭാവന കൊടുക്കും. ഈ രണ്ടിലേതാണ് സഭ? ഈ രണ്ട് കൂട്ടരിൽ ആരെയാണ് സഭ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്? നിങ്ങളെ ആദരിക്കുകയില്ല. സംശയമുണ്ടോ? കാരണം എന്താ? അതാണ് പൈശാചികം എന്ന് പറയുന്നത്. മനുഷ്യനെ അളക്കുന്നത് ആകെ അവൻ്റെ സാമ്പത്തിക കൊഴുപ്പിനെ ആശ്രയിച്ച് മാത്രമാണെങ്കിൽ ആ കാഴ്ചപ്പാട് കള്ളൻ്റെ കാഴ്ചപ്പാടാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? ഒരു കള്ളൻ ഒരിക്കലും ഒരു ദരിദ്രൻ്റെ കുടിൽ മോഷ്ടിക്കാൻ പോകുകയില്ല. അവൻ പോകുന്നത്
പണമുണ്ട് എന്ന് അവൻ വിചാരിക്കുന്ന ആളുകളുടെ വീട്ടിലാണ് പോകുന്നത്. കാരണം എന്താണ്? കള്ളനെ സംബന്ധിച്ചിടത്തോളം എന്ത് കൊടുക്കാമെന്നുള്ളതല്ല, എന്ത് എടുക്കാം, എന്ത് കിട്ടാം, എന്ത് പിടിച്ചു പറിക്കാം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. ഈ കള്ളൻ എന്ന് പറയുന്നത് പൈശാചികമായ മർമ്മത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് യേശു വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിത്വമാണ് കൂടുതലായി ഉള്ളത്. ഇനി രാഷ്ട്രീയമായ തലത്തിൽ വരുമ്പോൾ, സ്ഥാപനങ്ങളുടെ സാഹചര്യത്തിൽ വരുമ്പോൾ, മനുഷ്യൻ എവിടെയൊക്കെ സംഘടിതമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെയൊക്കെ തലപ്പത്ത് കയറിയിരിക്കുവാൻ വ്യഗ്രത കൊള്ളുന്ന ആളുകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ഒരു 1000 വിധത്തിൽ അവരുടെ ഇമേജ് ബിൽഡിംഗ്, ഇമേജ് പ്രൊജക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും അവിടെ എല്ലാം വ്യക്തിത്വം ഈ കള്ളൻ്റെ വ്യക്തിത്വമാണ്. അവർ കള്ളൻ എന്നല്ല ഞാൻ പറയുന്ന കാര്യം തെറ്റിദ്ധരിക്കരുത്. കള്ളൻ എന്ന് പറയുന്നൊരു പ്രതീകമാണ്. അതെന്തിൻ്റെ പ്രതീകമാണ്? എല്ലാം ഊറ്റിക്കുടിക്കുന്നതിൻ്റെ. ഒരു കള്ളനും സംഭാവന ചെയ്യാനല്ല പോകുന്നത്, ഉള്ളത് എടുത്തുകൊണ്ട് പോകാനാണ് പോകുന്നത്, അല്ലേ? സന്ദർശിക്കുന്നത്. ഒരു വാസ്തവത്തിൽ ഒരു പുരോഹിതനും ഒരു കള്ളനും ഭവന സന്ദർശനമാണ് നടത്തുന്നത്, പാരിഷ് വിസിറ്റേഷനാണ് നടത്തുന്നത്. കള്ളൻ്റെ പാരിഷ് അച്ഛൻ്റെ പാരിഷിനേക്കാൾ വിശാലമാണ്. ആരും അവൻ്റെ പാരിഷിലെ അംഗമാണ്. ആർക്കും ആകാം. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും അവന് ഒരു ചേരിതിരിവില്ലാത്ത ഒരു അച്ഛനാണ് കള്ളൻ. എന്നാൽ നമ്മുടെ അച്ഛൻ ഒരു ചേരിതിരിവുള്ള ആളാണ്. എൻ്റെ ആൾ പോലെ ആടാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഭവന സന്ദർശനമാണ് നടത്തുന്നത്. ഈ കള്ളനെ പോലെയാണ് അച്ഛനും ഭവന സന്ദർശനം നടത്തുന്നതെന്ന് ഭൂരിപക്ഷം അച്ഛന്മാരും അങ്ങനെയാണെന്ന് ആളുകൾ തിരിച്ചറിയണം. എന്തിനാണ് ഭവനം സന്ദർശനം നടത്തുന്നത്? വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ആളുകളെ പ്രീതിപ്പെടുത്തി നിർത്തുക. അപ്പോൾ വലിയ എന്താണ് പറയുന്നത്, സമ്പത്തും സ്വാധീനമുള്ള ആളുകൾ വലിയ വലിയ വീടുകൾ സന്ദർശിക്കുമ്പോൾ അച്ഛൻ വേറൊരു പ്രത്യേകമായ വ്യക്തിത്വത്തിലാണ്. പാവപ്പെട്ട ഒരു കുടിൽ സന്ദർശിച്ചാൽ അച്ഛൻ മറ്റൊരു വ്യക്തിത്വമാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാരെന്നൊക്കെ നാം പറഞ്ഞു നിൽക്കുന്ന ആളുകൾ, അവർ ആധ്യാത്മികമായും താത്വികമായും പ്രതീകാത്മകമായും നാം പരിഗണിക്കുമ്പോൾ അവർ ഈ കള്ളൻ എന്ന് പറയുന്ന തത്വത്തിൽ അടങ്ങി നിൽക്കുന്ന വ്യക്തിത്വമുള്ളവർ മാത്രമാണ്. ഉദാഹരണമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഇലക്ഷൻ്റെ സമയത്ത് കൈകൂപ്പി വന്ന് നിങ്ങളുടെ വോട്ട് ചോദിക്കുന്നു. അത് നിങ്ങൾക്കത് തരാം, ഇത് തരാം, ഇവിടെ എന്താ പറയുന്നത്, എയർപോർട്ട് ഉണ്ടാക്കി തരാം, അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് തരാം, കൊഴുക്കട്ട വായിലിട്ട് തരാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയും. പക്ഷേ നിങ്ങളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം പോകുന്നിടത്ത് അഡ്രസ്സ് ഉണ്ടാകുകയില്ല. ഇതൊക്കെ നിങ്ങൾ അനേക തവണ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് കള്ളൻ്റെ പ്രവൃത്തിയല്ലേ? നിങ്ങളോട് പറഞ്ഞത് കള്ളമല്ലേ? ഒരു വോട്ടിട്ടാൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കണ്ണ് അടയ്ക്കുന്നതിന് മുമ്പേ വരും എന്ന് പറഞ്ഞിട്ടോ അത് കളിതമാശയാണെന്ന് പറഞ്ഞു. അതെന്താണ്? അതിന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സന്തോഷത്തോടെ പറയുകയാണ്, അതൊരു കളിതമാശ പറഞ്ഞ. നിങ്ങൾ വോട്ട് കൊടുത്ത കളിതമാശയായിട്ടല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഇപ്പോൾ പൊതുവായി ആളുകൾ ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഏവരെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരാരും ജനങ്ങളെ കരുതുന്നവരല്ല. മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അത് 2000 വർഷത്തിന് മുമ്പ് മുതൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാൻ, അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുവാനായി ഞാൻ വന്നു. ആ ഒരു വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. കാരണം അന്നത്തെ മത നേതാക്കന്മാരുടെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ ആ വ്യക്തിത്വം അസഹനീയമായിരുന്നു. എന്തുകൊണ്ട്? യേശു അവർക്കെതിരെ ഒന്നും ചെയ്തില്ല, അവർക്കെതിരെ ആളുകളെ ഇളക്കി വിട്ടില്ല. ഈ സ്നാപകയോഹന്നാനെ പോലെ മൂർച്ചയേറിയ സ്വരത്തിൽ അവരെ നിന്ദിച്ച് തള്ളിയില്ല. അവസാനം നിമിഷം അങ്ങനെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അതുണ്ട്. എങ്കിലും ബഹുഭൂരിപക്ഷം സമയവും അവരെപ്പറ്റി ഒരു പരാമർശം യേശു നടത്തിയില്ല. അവർ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നെങ്കിലും യേശു അത് തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ അവർക്ക്
യേശു എന്ന് പറയുന്ന ഈ അഭൗമമായ വ്യക്തിത്വത്തിൻ്റെ സാമീപ്യം സഹിക്കാൻ വയ്യാത്ത ഒരു തലവേദനയായത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളാണ്. ഒന്ന് നിഷേധാത്മകതയുടെ ധ്രുവം, മറ്റേത് സർഗാത്മകതയുടെയും ക്രിയാത്മകതയുടെയും കൊടുക്കാനുള്ള വ്യഗ്രതയുടെയും ദാഹം. ഒന്ന് കിട്ടാനും മാക്സിമം എക്സ്ട്രാക്റ്റ് ചെയ്യുവാനുമുള്ള ദാഹം, മറ്റേത് തൻ്റെ ജീവനെ പോലും കൊടുത്ത് ജനങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ദാഹം. ഈ രണ്ട് വ്യക്തിത്വം ഇത് ജനങ്ങളിൽ ക്രിയ ചെയ്യുന്നുണ്ട്. പക്ഷെ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ പേരൊക്കെ പറയുമെങ്കിലും, യേശുവാണ് സഭയുടെ അടിസ്ഥാനം എന്നൊക്കെ പറയുമെങ്കിലും, സത്യത്തിൽ കാര്യത്തോടെടുക്കുമ്പോൾ നമുക്കറിയാം ഇതിന് ഘടകവിരുദ്ധമായ വ്യക്തിത്വം മാത്രമാണ് പ്രസക്തമാകുന്നത്. ജനങ്ങളെ അപ്രകാരം മാത്രമാണ് പരിശീലിപ്പിക്കുന്നത്. സഭയുടെ ഈ ആർത്തി, പണക്കൊതി, ഈ സാധാന്യമായ ഈ ഒരു മർമ്മം, അതിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഈ ഒരു ഘടന, അതിൻ്റേതായ സംസ്കാരം, ഇതിൻ്റെ ആകത്തുക ഉൾക്കൊള്ളുന്ന പ്രതീകമാണ് കള്ളൻ എന്നുള്ളത്. അത് പൈശാചികമാണ്. യേശുവിൻ്റെ പഠിപ്പീരാണ്, എൻ്റെ കണ്ടുപിടുത്തമല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു പരിശീലനം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഔദാര്യമായ സഭയ്ക്ക് കൊടുക്കണം. സഭയ്ക്ക് ഔദാര്യത വേണ്ടായോ? സഭ തിരിച്ചൊന്നും തരണ്ടയോ? സഭയിൽ ഒരു പാവപ്പെട്ടവനുണ്ട്. അവനെ കരുതുവാൻ സഭയുടെ സമ്പത്ത് എന്താണ് ഉപയോഗിക്കാത്തത്? പിന്നെ ആളുകളെ കാണിക്കാനായിട്ട് ഒരു ടോക്കണിസം എന്ന് പറയത്തില്ല, അതുപോലെ ചിലപ്പോൾ 10 വീടുണ്ടാക്കി കൊടുത്തെന്നിരിക്കും. അതും പക്ഷേ സഭയുടെ വരുമാനത്തിൽ നിന്നായിരിക്കില്ല. അതിനുവേണ്ടി സ്പെഷ്യൽ ഫണ്ട് പിരിക്കാൻ പോകും. ആ പിരിക്കുന്ന ഫണ്ട് വീണ്ടും തിരിച്ചൊന്ന് പിരിക്കും, കറക്കും. അങ്ങനെ ചില തിരുമറികൾ അതിനകത്ത് നടക്കും. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സഭ അതിൻ്റെ സൗകര്യത്തിന് അല്പം ഒരു കോട്ടം വരുത്തിയിട്ട് പാവപ്പെട്ടവരെ മുഖത്തിലെ ബെൽറ്റ് മുറുക്കി ഉടുത്തിട്ട് നമുക്കൊന്ന് സഹായിക്കാം. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സഭയും ഒന്നും ചെയ്യാറില്ല. അതിനകത്തുള്ള പാവപ്പെട്ടവരെ ഒട്ടുമുക്കാലും അവഗണിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പണക്കാർക്ക് മാത്രമാണ് സീറ്റ്. ഇത് തിരിച്ചറിഞ്ഞ യേശുവാണ് യെരൂശലേം ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ 2 ചെല്ലിക്കാശിടണം എന്ന വിധവയെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവളെ ആദരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വ്യക്തിത്വം, നമുക്ക് ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കാം. എൻ്റെ വ്യക്തിത്വം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണമാണ്, എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നത്? വാട്ട് ഇൻഫ്ലുവൻസ് ഡു ഐ ഹാവ് ഓൺ അതർ പീപ്പിൾ? എൻ്റെ അടുത്തൊരാൾ വന്നിരുന്നാൽ, 2 മിനിറ്റ് ഇരുന്നാൽ, അല്പം കൂടെ പോസിറ്റീവായിട്ട് ആ വ്യക്തി പോകുമോ? അല്ല കുറച്ചുകൂടെ ഉള്ളതും കൂടി ഇല്ലാതെ പോകുമോ? Will I enhance the positive energy of that person, or will I drain him or her? ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ യഥാർത്ഥ സ്കോപ്പ് വളരെ വലുതാണ് എന്ന് നിങ്ങൾക്കറിയാം. യേശു പല വിധത്തിലുള്ള ആളുകളുമായി ഇൻട്രാക്ട് ചെയ്തു. അതിലൊക്കെ നാം കാണുന്നത് എന്താണ്? എപ്പോഴും അവനിൽ നിന്ന് നന്മയുടെ ഊർജം ആരൊക്കെ അവനെ സമീപിച്ചോ അവരുടെ ജീവിതത്തിലേക്കും വ്യക്തിത്വത്തിലേക്കും പകർന്നു കൊടുത്തിട്ട് അവരെ പുതിയ ഒരു ജീവിത അനുഭവത്തിലേക്ക് ഉയർത്തുവാൻ യേശുവിന് കഴിഞ്ഞത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയും മാഹാത്മ്യവും സൗന്ദര്യവുമാണ് എന്നത് നാം വ്യക്തമായി ധരിച്ചിരിക്കേണ്ടത്. അങ്ങനെ ധരിക്കുമ്പോൾ മാത്രമേ യേശു നമുക്ക് നൽകുന്ന ആഹ്വാനം, നാം അവനെ പോലെ ആയിത്തീരണം എന്ന ദൈവികമായ താല്പര്യം, അത് നമുക്ക് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നാം എന്തു ചെയ്യണം, നാം എപ്രകാരം തന്നെ നമ്മെ വളർത്തിയെടുക്കണം, ഹൗ ടു എക്സസൈസ് സ്റ്റുവർഡ്ഷിപ്പ് ഓവർ ourselves എന്നത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇത് സംബന്ധമായ ഒരു പരിശീലനവും ഈ കാലത്ത് വിശ്വാസികൾ എന്ന മുദ്ര അടിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ് പ്രത്യേകമായി ഇത് പരിഗണിക്കുവാൻ ഞാൻ നിർബന്ധിതനായത്. നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കണം. നിങ്ങളുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നത് നിങ്ങൾ വ്യക്തമായി ചിന്തിക്കണം. അല്പത്തരത്തിൻ്റെ വ്യക്തിത്വം പ്രാപിക്കുന്നത് അഭിമാനമല്ല, അപകടമാണ് എന്ന് ദയവായി തിരിച്ചറിയുക.
നമ്മെ ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ്. വെളിച്ചം ഊർജമാണ്. അതിൽ നിന്ന് ബാഹ്യലോകത്തിലേക്ക് നിരന്തരം പ്രവഹിച്ച് ആ ബാഹ്യലോകത്തിൻ്റെ നന്മകളെ വെളിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ദൈവികമായ മർമ്മമാണ് വെളിച്ചം. അപ്രകാരം നാം ആയിരിക്കണമെന്നാണ് യേശുവിൻ്റെ ദർശനം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അങ്ങനെയാണോ? അങ്ങനെയുള്ള വ്യക്തിത്വം ആയിത്തീരുവാനാണോ നമ്മെ സഭകൾ പരിശീലിപ്പിക്കുന്നത്? അതിന് ഉതകുന്നതായ എന്തെല്ലാം പരിശീലനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷം, 20 വർഷം, 30 വർഷം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, ഈ സഭയോടുള്ള ബന്ധത്തിൽ അനുദിനം എൻ്റെ കൂടുതൽ പൊള്ളയായി പോവുകയാണോ? ഞാൻ അല്പത്തരത്തിൻ്റെ പടുകുഴിയിലേക്ക് അല്ലെങ്കിൽ താന്നുകൊണ്ടേയിരിക്കുകയാണോ? എൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടായിരുന്ന വെളിച്ചം പോലും മങ്ങിപ്പോയോ എന്ന ഒരു പരിഗണന എപ്പോഴും നമ്മെ ബാധിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. അങ്ങനൊരു കരുതൽ നമുക്കുണ്ടായിരിക്കണം. നമുക്ക് നമ്മെപ്പറ്റി കരുതലില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കരുതുന്നത്? നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിന്നെ സ്നേഹിക്കുക. ആദ്യം നിന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നീ ആയിരിക്കേണ്ടതുപോലെ വളർത്തിയെടുക്കുക. പോസിറ്റീവ് എനർജി, ഫിൽ യുവർ ലൈഫ് വിത്ത് പോസിറ്റീവ് എനർജി. യേശുവിനെ പോലെയാകുക. അപ്പോൾ മാത്രമേ അയൽക്കാരനെ സ്നേഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. അല്പത്തരത്തിൽ മാത്രം കിടക്കുന്നൊരു വ്യക്തിക്ക് എങ്ങനെയാണ് അയൽക്കാരനുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ ഒക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ന്യായശാസ്ത്രിയെ സുവിശേഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ അയൽക്കാരനാരാണ് അറിഞ്ഞുകൂടാ, എനിക്ക് അയൽക്കാരനില്ല. കാരണം ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ കിടന്ന് ഉണങ്ങി വരേണ്ട ഈ വ്യക്തിത്വത്തിന് അയൽക്കാരുണ്ടാവില്ല. അയൽക്കാരുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ അവസ്ഥ. നാം ഓരോരുത്തരും ആ ന്യായശാസ്ത്രിയുടെ പോലെയാണ്. അങ്ങനെയാണ് നാം വളർത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൽ വന്ന വലിയ ദാരിദ്ര്യം, പട്ടിണി, ബാങ്ക്രപ്സി അത് തിരിച്ചറിയുക. പലരും നമ്മുടെ സഭകളെ സംരക്ഷിക്കാനായി വാളെടുത്ത് നിൽക്കുന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പാപ്പരത്വത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് എന്നത് തിരിച്ചറിയുക. സഭയെ സംരക്ഷിക്കാനുള്ള എരിവ് അനുഭവിക്കുന്നവർ അവരുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച കൊണ്ടല്ല, തളർച്ച കൊണ്ടാണ് എന്നവർക്ക് അറിഞ്ഞുകൂടാ എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അല്പമെങ്കിലും വളർച്ച പ്രാപിച്ച വ്യക്തികൾ പെട്ടെന്ന് തിരിച്ചറിയും, സഭയുടെ ഉള്ളിൽ ഭീകരമായ പാളിച്ചകൾ നിലനിൽക്കുമ്പോൾ അതിനെ ദൂരീകരിക്കുന്നതാണ് ആത്മീയമായ ദൗത്യം. അതിനെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് പൈശാചികമാണ് എന്ന് അവർ മനസ്സിലാക്കും. അപ്രകാരം മനസ്സിലാക്കണമെങ്കിൽ വ്യക്തിത്വത്തിൽ അല്പം വെളിച്ചമുണ്ടാകണം. ഒരു പോസിറ്റിവിറ്റി, ഒരു സർഗാത്മകതയുണ്ടാകണം. അല്ലാത്ത ആളുകൾ, കാടന്മാർ, കല്ലും പെറുക്കിക്കൊണ്ട് ആളുകൾ എറിയാൻ വരും. അവരുടെ വിചാരം അവരാണ് ഏറ്റവും വലിയ ഭക്തിയുള്ളവരെന്നാണ്. വിവരമില്ലാത്ത അവസ്ഥ, വ്യക്തിത്വത്തിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ, അടിമകളായി മാത്രം പരിശീലിപ്പിക്കപ്പെട്ട ആളുകളുടെ പാപ്പരത്വത്തിൻ്റെ മൂർച്ച എത്ര വലുതാണ് എന്ന് അവിടെ കയറ്റിരിക്കുന്ന കല്ലിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള അനേക ആളുകളുടെ കല്ലേറുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങളോട് പറയാം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു സങ്കടം മനസ്സിൽ, ഒരു വലിയ ദുഃഖം മനസ്സിൽ വഹിച്ചുകൊണ്ടാണ്. എന്താണ്? മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിച്ച് പോകരുത്. വെറും തേർഡ് റേറ്റ് ആളുകളെ പരിശുദ്ധന്മാരെന്ന് പറഞ്ഞ് തോളിലേറ്റി നടക്കുകയും അവർക്ക് കീഴെ വിളിച്ച് നടക്കുകയും യേശുവിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളെയും മനഃപൂർവ്വം കാറ്റിൽ പറത്തി ഈ ലോകത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളുകളെ വിശുദ്ധന്മാരെന്ന് എണ്ണിയും അവർ ചെയ്യുന്ന അക്രമങ്ങളും അനീതികളും ന്യായീകരിക്കാൻ ഇല്ലാത്ത കഴിവ് പോലും ഉപയോഗിച്ച് പടക്കളത്തിലിറങ്ങി പയറ്റുന്ന ആളുകൾ, അവരുടെ വ്യക്തിത്വം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ എല്ലാറ്റിനും ഉപരിയായി എൻ്റെ ചിന്തയും കരുതലും യുവാക്കന്മാരെ പറ്റിയാണ്. അവർ അവരുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിൽ യേശു മാത്രം അവരുടെ മാതൃകയായിരിക്കട്ടെ. യേശുവിനെ പോലെ വളരുവാൻ, ആ മഹനീയമായ വ്യക്തിത്വത്തിൻ്റെ ഒരംശമെങ്കിലും പ്രാപിപ്പാൻ എനിക്കും ഇടയാകണമേ എന്ന പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്ന യുവാക്കന്മാർ അവരെ തന്നെ ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ കരുതുകയും വളർത്തുകയും ചെയ്യുമെങ്കിൽ ഭാവിയെപ്പറ്റി നമുക്ക്
വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുവാൻ അവകാശമുണ്ടാകും, ന്യായമുണ്ടാകും. അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ആശീർവദിക്കുവാനും അത്രേ ഈ വീഡിയോ ചെയ്തത്. ഇതിൽ ശ്രദ്ധിച്ച ഏവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.